റോദർ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, നമ്മളൊരു പുതിയ ജീപ്പ്, പുതിയല്ല സെക്കൻഡ് ഒരു ജീപ്പ് മേടിച്ചു, നമുക്ക് പുതിയതാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ജീപ്പൊക്കെ ഓയിൽ ഇച്ചിരി നോക്കിയിട്ട് അവസാനം നമുക്ക് പറ്റിയിടണം, നമ്മുടെ ലെവലിൽ നമ്മൾ പണിയണമെന്ന രീതിയിൽ ഉള്ള ഒരെണ്ണമാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെയാണ് ഇത് പോയി അപ്പം തന്നെ പോയി എടുത്തു, പോയി കണ്ടു, പിറ്റേ ദിവസം തന്നെ പോയി നമ്മളങ്ങ് എടുത്തു വണ്ടി. ഇത് CL500 ആണ് മോഡല്, 99 മോഡലാണിത് വണ്ടി. പിന്നെ 4 ഗിയറാണ്, 4+1 5 ഗിയർ, 4 ഗിയറും പിന്നെ റിവേഴ്സും അങ്ങനെ പറയുന്നത്. 5 ഗിയർ എന്നാണ് പറയുന്നത്, 5 ഗിയർ ജീപ്പ്. അപ്പം ഇതിൻ്റെ വേറെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ള് മോഡിഫൈ ചെയ്തിട്ടേക്കുവാണ്. മോഡിഫൈ എന്ന് പറഞ്ഞാൽ ടയറൊന്നും അങ്ങനെയുള്ള മോഡിഫിക്കേഷൻ അല്ല, ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ കുറേ പണിതിട്ടിട്ടുണ്ടായിരുന്നു പുള്ളി. അപ്പം നമുക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു, വണ്ടിയുടെ കളറായാലും ആ മോഡൽ ഡിസൈൻ ആയാലും എല്ലാം. പിന്നെ ഇത് ടയറെല്ലാം പുതിയതായിരുന്നു, ഓഫ് റോഡ് ടയർ, NDMSൻ്റെ ടയറാണ് ഇട്ടേക്കുന്നത്. ഈ ടയർ തന്നെ അവൈലബിൾ അല്ല, ഇത് ഓർഡർ ചെയ്ത് നമ്മൾ വരുത്തിയാലേ ഈ സാധനം കിട്ടത്തുള്ളൂ. ഈ ടയർ ഓഫ് റോഡിനൊക്കെ പക്കയാണ്. ഇത് 2 വീൽ ഡ്രൈവ് ആണ്, 4 അല്ല. 4 നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ റേറ്റ് ആ കമ്പാരിറ്റീവ്ലി നമുക്ക് ഇച്ചിരി കൂടെ ഒരു 60,000 50,000 കൂടെ നമ്മൾ കൂടുതൽ കൊടുക്കണം 4x4 വേണമെങ്കിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു, അങ്ങനെയാണ് നമ്മളിത് എടുക്കാൻ കാരണം. ഇതിൻ്റെ പുള്ളിയൊക്കെ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ പഴയ വില്ലീസ് മോഡൽ തന്നെ കട്ട് ചെയ്തെടുത്തേക്കാണ്. ഫെൻഡറെല്ലാം നമുക്ക് പുള്ളി കട്ട് ചെയ്ത് ഓവർ ഷേപ്പിലാക്കിയേക്കാണ്. പിന്നെ ഇൻഡിക്കേറ്റർ എല്ലാം പുള്ളി ഇവിടുന്ന് നമുക്കറിയാമല്ലോ, സാധാരണ നോർമലി വരുമ്പം ഇങ്ങനെയാണ്, അതെല്ലാം മാറ്റി ഇൻഡിക്കേറ്റർ ഈ സൈഡിൽ കൊടുത്തു. പുള്ളി അങ്ങനെ എല്ലാം പണിതിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റേജാണെങ്കിൽ കട്ട് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ നമ്പർ പ്ലേറ്റൊക്കെ നമ്മളിപ്പോൾ ചെയ്തതാണ്. നമ്മൾ കുറച്ചുകൂടെ പണിയുണ്ട് ചെയ്യാനായിട്ട്. നമ്മളിപ്പം ആകെ ചെയ്തത് നമ്മൾ നമ്പർ പ്ലേറ്റ് മാറി നമുക്ക് ഇവിടെ വണ്ടിക്ക് ഒരു പേരും കൊടുത്തിട്ടുണ്ട്. അത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ വണ്ടിക്കകത്ത്. കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സമയത്തിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ ചെയ്തില്ല. പിന്നെ കുറച്ച് ബ്രേക്കിനൊക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അങ്ങനെ അതിൻ്റെ സിലിണ്ടർ 2-3 മാറിയായിരുന്നു നമ്മൾ. അപ്പം ഇപ്പം വണ്ടിയെല്ലാം നീറ്റാണ്, മെക്കാനിക്കൽപരമായിട്ട് ഒരു പ്രശ്നവുമില്ല, എല്ലാം 100% ഓക്കെയാണ് വണ്ടി. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണാം. പുള്ളി ഇതിന് ബക്കറ്റ് സീറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ബക്കറ്റ് സീറ്റിങ്ങും അപ്പോൾസറി ആയാലും എല്ലാം പുള്ളി ഇപ്പോൾ ചെയ്തതാണ്, റീടെസ്റ്റിന് മുമ്പ് ചെയ്തതാണ്. ഇപ്പം ഇനി റീടെസ്റ്റ് 4 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പുള്ളി റീടെസ്റ്റിന് മുമ്പ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടേക്കാണ്. നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ തന്നെ വണ്ടി കിടക്കുമായിരുന്നു. ബക്കറ്റ് സീറ്റ് ആയാലും അപ്പോൾസറി ചെയ്തേക്കുന്നതായാലും ഡിസൈൻ ആയാലും എല്ലാം പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടേക്കാണ്. പിന്നെ പാച്ച് വർക്കൊന്നുമില്ല, ഫുള്ള് പാച്ച് വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത വണ്ടിയാണ്. പിന്നെ കണ്ടില്ലേ, സ്റ്റെപ്പിന് വരെ പുതിയതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആയതുകൊണ്ടാണ് ഈ വണ്ടി എടുക്കാൻ കാരണം. ഇപ്പം ഇതിൻ്റെ ബാക്ക് സീറ്റാണെങ്കിൽ തന്നെയും കുഷ്യനൊക്കെ നല്ലപോലെ കുഷ്യൻ ചെയ്തിട്ടുണ്ട്. സാധാ ജീപ്പിൻ്റെ കൂട്ടൊന്നുമല്ല ചെയ്തിട്ടേക്കുന്നത്. പിന്നെ പുള്ളി ഇവിടെ ഈ വിൻഡോയുടെ അവിടെ നമ്മുടെ ഒരു ഡിസൈനിലൊക്കെ കൊടുത്തിട്ടുണ്ട്, പഴയ വില്ലീസിൻ്റെ മോഡലിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളി എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടിരുന്ന വണ്ടിയാണ്. നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ തന്നെയാണ് വണ്ടി കിടന്നത്. പിന്നെ ഹൈ സ്പീഡ് എഞ്ചിനാണ്, അതിൻ്റെ ഒരു പവറുണ്ട്. ഇത് കണ്ടല്ലോ, മിററും എല്ലാം നമ്മളൊരു ജീപ്പ് എടുത്തിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിരുന്നത്. അതാണ് ഇച്ചിരി വില ഇച്ചിരി കൂടുതൽ കൊടുത്താലും നമുക്ക് നമ്മൾ ഇനി പണിയാൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കാട്ടി കൂടുതൽ എമൗണ്ട് ചിലവും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇത് പോയി എടുക്കാൻ കാരണം. ഈ മിററൊക്കെ തന്നെ ആണെങ്കിലും പഴയ വില്ലീസിൻ്റെ ആ മോഡൽ എല്ലാം പുള്ളി ചെയ്തെടുത്തേക്കാണ്. ഇവിടുന്ന് എല്ലാം മിറർ മാറ്റിയിട്ട് അതെല്ലാം ആ ലെവലിലാണ് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ വേറെ ഇതിൻ്റെ മെക്കാനിക്കൽപരമായിട്ട് എനിക്ക് കൂടുതൽ പറയാൻ അറിയത്തില്ല, നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. എഞ്ചിനെല്ലാം പക്കയാണ്, നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിച്ചപ്പോഴും എഞ്ചിനെല്ലാം പക്കയാണ്. പിന്നെ ആകെ ഒരു ബ്രേക്കിൻ്റെ ഇഷ്യൂ മാത്രമേ ഉള്ളായിരുന്നു, അത് ക്ലിയർ ചെയ്തു നമ്മൾ. ഇപ്പം പക്കയാണ്, ഒറ്റ ചവിട്ടി തന്നെ ബ്രേക്കെല്ലാം ക്ലിയറാണ്, ആ കാര്യങ്ങളൊക്കെ ക്ലിയറാണ്. പിന്നെ ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ പഴയ ഫോട്ടോ ഞാൻ ഇതിനകത്ത് കൊടുക്കാം, ഈ വീഡിയോയുടെ ഇപ്പോൾ കാണാം നിങ്ങൾക്ക്. ഇവിടെ ആയിരുന്നു നമ്പർ പ്ലേറ്റ് ഇരുന്നത്, അത് നമ്മൾ മാറ്റിയിട്ട് ഇതിനകത്ത് റിവറ്റ് അടിച്ച് വെച്ചേക്കുവാണിത്, ഈ നമ്പർ പ്ലേറ്റ് പുതിയത്. പിന്നെ ഇനി നമുക്ക് കുറേ മോഡിഫിക്കേഷൻ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. മോഡിഫിക്കേഷൻ ഉദ്ദേശിക്കുന്ന കുറേ സ്റ്റിക്കർ വർക്ക്സും പിന്നെ വേറെ കുറച്ച് ഏരിയകൾ ലൈറ്റൊക്കെ ചെയ്യാനുണ്ട്. ഇതിനകത്തൊരു ബുൾബാർ കൊടുക്കണമെന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ, അതൊക്കെ ചെയ്യാനുണ്ട്. നമുക്ക് എന്തായാലും എൻജിൻ റൂം ഒന്ന് കാണാം എങ്ങനെ. ഇതിൻ്റെ ബാറ്ററി എല്ലാം പുതിയതാണ്. ഇത് കണ്ടല്ലോ, എൻജിൻ റൂം എല്ലാം നീറ്റാണ്, ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് പ്രശ്നമൊക്കെ ഉണ്ടെന്ന് നോക്കിയാൽ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നോക്കിയാൽ അറിയാം. ഇതിൻ്റെ
റേഡിയേറ്ററിനകത്ത് ഓയിലിൻ്റെ വെള്ളത്തിനകത്ത് ഓയിലിൻ്റെ കണ്ടൻറ് ഉണ്ടെങ്കിൽ എഞ്ചിന് എന്തോ ഇഷ്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇതിനകത്തൂടെയും ഓയിൽ ചാടുന്നുണ്ടെങ്കിൽ അതിനും വിഷയമുണ്ട്. അങ്ങനെ ഒന്നെങ്കിൽ എഞ്ചിൻ പണിയുള്ള വണ്ടിയാണ്. ഇതെല്ലാം ബാറ്ററി എല്ലാം പുള്ളി ഇപ്പം റീടെസ്റ്റിന് മുമ്പ് സെറ്റ് ചെയ്തതാണ്. അതെല്ലാം പുതിയതാണ്. വാറണ്ടി റിമൈനിങ് ആണ് അതിൻ്റെ ആമറോണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീറ്റാണ്. പിന്നെ വണ്ടിയുടെ പാച്ച് വർക്കൊന്നുമില്ല. പിന്നെ ഈ കളർ നമുക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട്. ഒരു വെറൈറ്റിയാണ്. സ്റ്റീം ഗ്രേ എന്നാണ് ഇതിന് പറയുന്നത്. RCയിലും ഈ കളർ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയുള്ളത്. ഓടിച്ച് സൗണ്ടും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഓടിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഒന്ന് ഓടിച്ച് നോക്കാം. ഇതിൻ്റെ സൗണ്ട് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയത്തില്ല. വണ്ടിയുടെ സൗണ്ട് കൊണ്ട് ഇതിൻ്റെ സ്റ്റിയറിംഗ് എല്ലാം അത്രയ്ക്ക് ടൈറ്റൊന്നുമല്ല, സ്മൂത്താണ്. പവർ സ്റ്റിയറിംഗ് അല്ല, പക്ഷേ സ്മൂത്താണ്. എങ്കിലും പഴയ ജീപ്പിൻ്റെ ആ ഒരു ഹാർഡ്നെസ് ഒന്നുമില്ല. പിന്നെ മറ്റേ ഈ 97 മുതൽ 2000 മോഡൽ വരെയാണ് ഇവർക്ക് ഈ എഞ്ചിൻ സെറ്റപ്പ്. കുടവെന്നാണ് പറയുന്നത്. ഇതിൻ്റെ മറ്റേ ടയറിൻ്റെ അവിടെ 2 സാധനമുണ്ട്. ആ ഒരു ബെയറിങ്ങിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, സ്റ്റിയറിംഗ് സിസ്റ്റം. പിന്നെ ഇതിൻ്റെ ഗിയറെല്ലാം സ്മൂത്താണ്. ഷിഫ്റ്റ് ചെയ്യാനൊന്നും അതൊന്നും അങ്ങനെ ടൈറ്റ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ ക്ലച്ച് ആണെങ്കിലും സ്മൂത്താണ്. അങ്ങനെ മെക്കാനിക്കൽപരമായിട്ട് ഒരു വിഷയമില്ല. പിന്നെ ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ജീപ്പിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ. അത് നമ്മൾ ജീപ്പ് ഓടിച്ചവർക്കേ അറിയത്തുള്ളൂ ജീപ്പിൻ്റെ ഒരു ഫീൽ എന്താണ്. ഇവിടെ വെട്ടമില്ല അല്ലേ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങോട്ട് ഞായറാഴ്ച കൊണ്ട് ചുമ്മാ ഇറങ്ങിയാണ്. നമ്മുടെ ആറിൻ്റെ സൈഡിൽ കൂടെ ഒരു ജസ്റ്റ് ഇവിടെ നിന്ന് ആളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പോലീസിൻ്റെ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇവിടെ വലുതായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പം ഈ റൂട്ടൊന്ന് ഇറങ്ങാൻ കാരണം. ഇനി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നമുക്ക് ഇതിനകത്തൊരു ലൈറ്റ് കൊടുക്കണം, ഇൻറ്റീരിയർ ലൈറ്റ് കൊടുക്കണം, പിന്നെ ഒരു ഫാൻ കൊടുക്കണമെന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ സിസ്റ്റം റെഡിയാക്കാൻ അതിൻ്റെ ക്ലാമ്പ് ഒരു കേസായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ താമസിക്കാതെ തന്നെ കിട്ടും. അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് നമ്മൾ വരുന്നതാണ്. നമ്മളതെല്ലാം നമ്മുടെ കയ്യിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ നേരത്തെ വരുന്ന സെറ്റാണ് വെക്കുന്നത്. സ്പീക്കേഴ്സും നമ്മുടെ ഇരിപ്പുണ്ട് സാധനം. അതും അങ്ങനെ സെറ്റ് ചെയ്യാനാണ് പ്ലാൻ. അതൊരു ലൈൻ കൊടുത്തിട്ട് ബാക്കിൽ 2 സ്പീക്കേഴ്സ് വെക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു ക്ലാമ്പ് അടിച്ചിട്ട് ഒരു മ്യൂസിക് സിസ്റ്റം സ്റ്റീരിയോ സെറ്റ് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. അതുപോലെ തന്നെ ലൈറ്റ് കൊടുക്കണം, ഫാൻ കൊടുക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് സ്റ്റിക്കർ വർക്ക്സ് ചെയ്യണം. അത്രയൊക്കെയാണ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ ചെയ്യുന്ന വർക്കുകളും നമുക്ക് ഇതിനകത്ത് അപ്ഡേറ്റ്സ് വരുന്നതെല്ലാം നമ്മൾ ഓരോ വീഡിയോകളാക്കിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ജീപ്പിൻ്റെ കുറച്ച് വീഡിയോ, നമ്മുടെ കുറച്ച് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചെറിയ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് പോകാനുള്ള പ്ലാനുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആണ്. നമ്മുടെ വണ്ടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ അറിയാം. പിന്നെ ഇതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളുടെയും ഒക്കെ ഒരു വീഡിയോ ഞാൻ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പോവാം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, എങ്ങനെ ക്ലീനായിട്ട് കൊണ്ടുനടക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വീഡിയോസ് പറയുന്നതാണ്. നമ്മളിപ്പോൾ പഠിച്ചു വരുന്നേ ഉള്ളൂ കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഓരോന്നോരോന്ന് അറിഞ്ഞു വരുന്നേ ഉള്ളൂ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാമെന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിനി വീഡിയോകളായിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ